എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. മഹർഷി വേദവ്യാസനോട് ഇതിഹാസം രചിക്കാൻ ദേവന്മാർ ആവശ്യപ്പെട്ടു. പ്രപഞ്ചത്തിലെ ഏറ്റവും അറിവുള്ള ഒരാൾ അത് എഴുതണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ബ്രഹ്മാവ് മഹർഷി വേദവ്യാസനോട് ശിവനെ സന്ദർശിക്കാനും അദ്ദേഹത്തിന്റെ പുത്രനായ സിദ്ധിഗണേശനോട് ഈ ദൗത്യത്തിനായി അപേക്ഷിക്കാനും ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഗണപതി ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ പറയുന്ന ഒരു ഉപവാക്യം ഉണ്ടായിരുന്നു. വേദവ്യാസൻ അല്പനേരം നിർത്തിയിരുന്നെങ്കിൽ ഗണപതിക്ക് അത് നിർത്തേണ്ടി വരും. അദ്ദേഹം തന്റെ ഇതിഹാസത്തിന്റെ രചന അവസാനിപ്പിക്കുകയും മഹർഷി വേദവ്യാസൻ മറ്റൊരു എഴുത്തുകാരനെ അന്വേഷിക്കുകയും വേണം. അതായത് മഹർഷി വേദവ്യാസൻ ഇതിഹാസം മുഴുവനായി ഒറ്റയടിക്ക് പാരായണം ചെയ്യണം. മഹർഷി വേദവ്യാസൻ ഇത് സമ്മതിച്ചു. അദ്ദേഹം തന്നെ മറ്റൊരു വ്യവസ്ഥ വെച്ചു. ഓരോ ശ്ലോകവും എഴുതുന്നതിന് മുമ്പ് മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു. താൻ വളരെ കഠിനമായ എന്തെങ്കിലും പാരായണം ചെയ്യുമെന്ന ആശയത്തിലാണ് അദ്ദേഹം ഈ നിബന്ധന വെച്ചത്. ഗണേശൻ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ച് നിമിഷങ്ങൾ വിശ്രമിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കും. അതാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ ഗണപതിയുടെ കാര്യം അങ്ങനെയായിരുന്നില്ല. മുനി അടുത്തതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിശുദ്ധ കീർത്തനങ്ങൾ എഴുതി പൂർത്തിയാക്കി. അതിനിടയിൽ അദ്ദേഹം വരികൾ എഴുതാൻ ഉപയോഗിച്ച പേന തേഞ്ഞു തുടങ്ങി. മറ്റു മാർഗങ്ങൾ കണ്ടെത്താതിരുന്ന ഭഗവാൻ തന്റെ ഇടതുകൊമ്പ് പുറത്തെടുത്ത് മഹാഭാരതത്തിന്റെ രചന പൂർത്തിയാക്കാൻ ഉപയോഗിച്ചു. ഈ കഥയിൽ നിന്നാണ് ഗണപതിക്ക് ഏകദന്ത എന്ന പേര് ലഭിച്ചത്.